അപ്പോൾ ഒരു സംഗീതജ്ഞനാകാൻ അല്ലെങ്കിൽ പാട്ടുകാരനാകാൻ ആഗ്രഹിക്കുന്ന യേശുദാസിനെ നോക്കിയിട്ട് ഞാൻ അങ്ങനെ ആകുന്നില്ലല്ലോ എന്ന് കരഞ്ഞുകൊണ്ട് കാര്യമില്ല. ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നയാളും ഞാൻ സച്ചിൻ തെണ്ടുൽക്കറിനെ പോലെ ആകുന്നില്ലല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളെപ്പോഴും പിള്ളേരെ നോക്കിയാൽ മതി. വേർഡ്സ്വർത്ത് പറഞ്ഞെന്ന് തോന്നുന്നു, ചൈൽഡ് ഈസ് എ ഫാദർ ഓഫ് മാൻ, അല്ലേ? അപ്പോൾ ഈ പിള്ളേർ ശരിക്കും ഈ ചെറുപ്പത്തിൽ എത്ര പ്രാവശ്യം വീഴുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും കുറേ പ്രാവശ്യം വീഴും, കുറേ തെറ്റുകൾ ചെയ്യും. പക്ഷേ ആരും അവരെ അന്നേരം വീണതുകൊണ്ട് അടിക്കുകയോ വഴക്ക് പറയുകയോ അല്ലെങ്കിൽ കളിയാക്കുകയോ ചെയ്യാറില്ല. കറക്റ്റാണ്, അതെ തീർച്ചയായിട്ടും കുട്ടിയാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഒരു സ്കൂളിലൊക്കെ പോയി തുടങ്ങി, കുറച്ചുകൂടി യൗവനം ആയി, കുറച്ചുകൂടി പ്രായത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. എന്നാൽ എത്രമാത്രം ഗ്രോ ചെയ്യുന്നു അത്രമാത്രം നമ്മുടെ പരാജയങ്ങളെ, നമ്മുടെ തോൽവികളെ, നമ്മുടെ മിസ്റ്റേക്കുകളെ മറ്റുള്ളവൻ ക്രിട്ടിസൈസ് ചെയ്ത് തുടങ്ങാൻ തുടങ്ങും. അതെ അതെ. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ചൈൽഡിൻ്റെ മൈൻഡാണ് നമുക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടത്. തെറ്റുകളിലൂടെ പഠിക്കേണ്ടവനാണ് ഒരു വ്യക്തി. തെറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ മിസ്റ്റേക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ്, ചെറിയ സ്റ്റെപ്പുകളിലൂടെ മാത്രം ഓരോ വ്യക്തിയും വളർന്നു വരുന്നത്. ഒരു കുട്ടിയുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണല്ലേ? ഓരോ വീഴ്ചയിലും അവൻ പിന്നീട് ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന് പിന്നെയും വീഴും, വീണ്ടും എഴുന്നേറ്റ് നടക്കും. ആ കോൺഫിഡൻസാണ് ഒരാൾ കൊണ്ടുവരേണ്ടത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് പിള്ളേരെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊക്കെ ബാല്യകാലം കഴിഞ്ഞ് യൗവനകാലത്തിൽ ജീവിക്കുന്ന വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ആളുകളാണ്. ഏറ്റവും അന്നൊക്കെ എല്ലാവരും പറയും, മുതിർന്നവർ പറയും, ഏറ്റവും നല്ല കാലം കുട്ടിക്കാലമാണ്, സ്കൂളിലെ കാലഘട്ടമാണെന്നുള്ളത്. അന്നൊന്നും അത് വിശ്വസിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കാറില്ല. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ കൃത്യമാണ്. ഇന്ന് എത്രയോ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടി വരുന്നത്. അന്ന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അന്നുള്ളൊരു മനസ്ഥിതിയോടുകൂടി കാര്യങ്ങൾ കാണാൻ നമുക്ക് ഇപ്പോൾ സാധിക്കാറില്ല. അന്നൊരു പരാജയം വന്നാൽ നമ്മൾ അത് നേടുന്നവരല്ല ഇന്ന് പലപ്പോഴും നേടാറുള്ളത്. അപ്പോൾ മനുഷ്യന് ഈ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും പറഞ്ഞല്ലോ, ഫിയറിനെ കുറിച്ച് പറഞ്ഞു. കുറച്ചുകൂടി സപ്പോർട്ടീവ് ആയിരുന്നില്ലേ പഴയ കാലത്ത് ഇന്നത്തേക്കാൾ കൂടുതൽ? സൊസൈറ്റി ആയിക്കോട്ടെ, ഫാമിലി ആയിക്കൊള്ളട്ടെ, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഇപ്പോൾ? എനിക്ക് തോന്നുന്നത്, എൻ്റെയൊക്കെ അനുഭവം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടമാണ് കുറേ കൂടി സപ്പോർട്ടീവായിട്ടുള്ളതെന്ന് തോന്നുന്നു. പക്ഷേ ആ സപ്പോർട്ട് ആളുകൾ പലരെയും ടെൻഡറായിട്ടുള്ള ഒരു വ്യക്തിത്വമാക്കി മാറ്റുന്നുണ്ടോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഏറ്റവും ഒരു ഐഡിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊക്കെ ഹാർഡായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ കടന്നു പോയിട്ടുള്ള, പേരൻറ്റിങ്ങിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകൾ ഏത് സാഹചര്യത്തെയും മറികടക്കാൻ തക്ക വിധത്തിലുള്ള ആത്മവിശ്വാസങ്ങൾ എല്ലാം നേടിയെടുക്കാറുണ്ട്. ഇന്നത്തെ ഇപ്പോൾ ജെൻസി എന്നൊക്കെ പറയുന്ന പൊതുസമൂഹത്തെക്കുറിച്ച് പൊതുവെ പറയുന്നത് അവർക്ക് ദേശത്ത് അംഗീകരിക്കാൻ കഴിയുന്നില്ല, ഉപദേശങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല, അതല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് മറികടക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ നമുക്ക് കണ്ടാൽ സാധിക്കും, സ്കൂളിലെ കുട്ടികൾ വരെ ആത്മഹത്യ ചെയ്യുന്ന ധാരാളം വാർത്തകൾ കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കാരണം പല പേരൻസും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, സാറൊന്ന് ഉപദേശിക്കാമോ, ഞാൻ ഉപദേശിച്ചാൽ അവൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്താലോ. അപ്പോൾ അവർക്ക് തന്നെ ദേ ആർ ഇൻകേപ്പബിൾ ടു പേരൻറ് ദെയർ ഓൺ കിഡ്സ്. എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷേ എന്നോട് പല ആളുകൾ ഈ വിഷയം പറഞ്ഞിട്ട് എങ്ങനെയാണ് എൻ്റെ കുട്ടിയെ വേണ്ട രീതിയിൽ ഉപദേശിക്കുക. കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സർ പ്ലീസ് ഹെൽപ്പ് മീ, എൻ്റെ കുട്ടി പറഞ്ഞ അനുസരിക്കുന്നില്ല, എനിക്ക് ആ കുട്ടിയെ നന്നാക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഐ ആം റിയലി ഓവർവെൽംഡ്, എനിക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട്, അവിടെ ദേഷ്യപ്പെടാൻ പറ്റുന്നില്ല, അടിക്കാൻ തോന്നുന്നു, പക്ഷേ അത് എൻ്റെ മാനസികാവസ്ഥയെ വല്ലാതെ തളർത്തി കളയുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈവൻ പേരൻറ്റിങ്ങിൽ വരെയും ആളുകൾ ഒത്തിരി അഫക്റ്റഡ് ആയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പണ്ട് കുട്ടികളെ വഴക്ക് പറയുന്നത് അല്ലെങ്കിൽ പേരൻറ്റിങ്ങിനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും കാണാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതും ഒരു പ്രധാനപ്പെട്ട വിഷയമായി മനുഷ്യർ വളരെയധികം ബാധിക്കുന്നൊരു വിഷയമാണ്. അതെ അതെ അതെ. പക്ഷേ ഈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. മനുഷ്യൻ്റെ ഒരു വികാസത്തിനെ ഒരു 90% സ്വാധീനിക്കുന്നത് ഈ ചെറുപ്പകാലങ്ങളിലുള്ള അനുഭവങ്ങളും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിട്ടുള്ള പേരൻസ്, സുഹൃത്തുക്കൾ, വീട്, കലാലയങ്ങൾ, അധ്യാപകർ, വായിച്ച പുസ്തകങ്ങൾ, ഇതെല്ലാം അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ജീവിതത്തിൻ്റെ ഗ്രോത്തിനെയും സക്സസിനെയും ഒക്കെ നിർണ്ണയിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നാം പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത്, ഒരു കാര്യം എങ്ങനെ തുടങ്ങാൻ സാധിക്കും, തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് ഉത്തരം. വാട്ട് എവർ ഇറ്റ് പോസിബിൾ. ഇപ്പോൾ ഞാൻ പൊതുവെ എക്സാമ്പിളായി പറയുന്ന കാര്യമാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ച്. ഇപ്പോൾ ഗാന്ധിയുടെ പുസ്തകങ്ങൾ പലതുണ്ട്. അതിനകത്ത് ഇപ്പോൾ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിച്ചത് കാണാൻ സാധിക്കും. ഗാന്ധി എന്ന വ്യക്തി എങ്ങനെയാണ് ഇത്രയും വലിയ വിപ്ലവം ഈ രാജ്യത്തുണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസോ ജീവിതാനുഭവങ്ങളോ നോക്കിയാൽ ഒരിക്കലും അദ്ദേഹത്തിന് ഇത് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഇവിടുന്ന് സൗത്ത് ആഫ്രിക്കയിൽ പോകുന്നു, അദ്ദേഹം ഒരു ബാരിസ്റ്റർ അല്ലെങ്കിൽ വക്കീലാകാനായിട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നു. അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം വാദിക്കാൻ പോയ സമയം അദ്ദേഹം നിക്കറിൽ മൂത്രം ഒഴിച്ചു എന്നാണ് അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ളത്. പത്രമാത്രം ഒരു പേടിത്തൊണ്ടെന്ന് വേണമെങ്കിൽ
നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു മഹാത്മാഗാന്ധി. പക്ഷെ അദ്ദേഹം സ്വന്തം തൻ്റെ കഴിവുകേടുകളെയും ഒപ്പം തന്നെ പോരായ്മകളെയും മനസ്സിലാക്കിയെങ്കിലും അദ്ദേഹം അതിനെ മറികടക്കാനായിട്ടുള്ള ഇൻറ്റൻഷണലായിട്ടുള്ള എഫേർട്ട് കിട്ടുക എന്നുള്ളതാണ്. ഇത് മഹാത്മാഗാന്ധി മാത്രമല്ല, ഇപ്പോൾ വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹത്തിന് വ്യക്തമായി സംസാരിക്കാൻ കഴിയില്ലായിരുന്നു. അദ്ദേഹമാണ് അത് ആ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അദ്ദേഹം അതിനെ മറികടക്കാനായിട്ട് കഠിനമായിട്ടുള്ള പരിശ്രമങ്ങൾ അദ്ദേഹം നേടുകയുണ്ടായി. പൊതുവെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ആളാണ് കോൺ ഹാറ്റ്മി എന്ന് പറയുന്ന ഡേവിഡ് ഗോജൻസ്. അദ്ദേഹം പൊണ്ണത്തടിയനായിരുന്നു, പേരൻസ് സെപ്പറേറ്റഡ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെ കഠിനമായി ഉപദ്രവിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 150 കിലോ എത്രയോ വളരെയധികം വെയിറ്റ്, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, വെയിറ്റുള്ള ആളായിരുന്നു. അപ്പോൾ ജീവിതത്തിൽ ഹോപ്പ്ലെസ് ആയപ്പോൾ ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം തീരുമാനിക്കുക എനിക്ക് നേവീസിൽ എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ അമേരിക്കയിലെ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഒരു വ്യക്തിയെ മാറണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കും. കുറഞ്ഞ നാളുകൾ കഠിനമായ എഫേർട്ടിലൂടെ അദ്ദേഹം ജീവിതത്തിൽ മാറ്റം വരുത്തി. അദ്ദേഹത്തെ ലോകത്തിലെ അൾട്രാ എൻഡ്യൂറൻസ് അത്ലറ്റ് എന്നറിയപ്പെടുന്നത്, ഏറ്റവും അധികം ട്രാൻസ്ഫോർമേഷണലായിട്ടുള്ള മാറ്റം വരുത്താൻ പറ്റുന്ന ഒരു വ്യക്തിത്വമായി അറിയപ്പെടുന്നതാണ് അദ്ദേഹം. അതുപോലെ ഇതേ മാത്രമല്ല, ഇപ്പോൾ തോമസ് ആൽവ എഡിസൺ. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പല വ്യക്തികളുടെയും ജീവിതാനുഭവങ്ങൾ വായിക്കുകയാണ്, സക്സസ്ഫുൾ ആയിട്ട് ആളുകൾ. അവിടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിലും എവിടെയൊക്കെയോ വലിയ വലിയ പരാജയങ്ങൾ നേരിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും കുട്ടികളോട് അല്ലെങ്കിൽ എല്ലാവരോടും പറയാറുള്ളത്, റിയൽ സക്സസ് ഈസ് ഫെയിലിയേഴ്സ്. പരാജയപ്പെട്ട ഒരാൾക്ക് മാത്രം വിജയത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പരാജയപ്പെടുക എന്നുള്ളത് തന്നെയാണ് വിജയം എന്ന് പറയുന്നത്. വിജയത്തെ ആസ്വദിക്കാനും സാധിക്കുള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പരാജയപ്പെട്ടേക്കാം ഒരു കാര്യം തുടങ്ങുമ്പോൾ എന്ന് വെച്ച് എല്ലാ മണ്ടത്തരങ്ങളും ചെയ്യണമെന്നുള്ളതല്ല. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എഫേർട്ട് നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചാൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക, ചെയ്യുക. സ്റ്റാർട്ട് ആൻഡ് ജസ്റ്റ് തിങ്ക് അബൌട്ട് ഹൗ ഐ ക്യാൻ മേക്ക് 1% ഇംപ്രൂവ്മെൻറ്റ് എവറി ഡേ. 1% മാറ്റം വരുത്താനായിട്ട് എനിക്ക് സാധിക്കുമെന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ ധാരാളം വ്യക്തിപരമായ അനുഭവങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും പറയാനുള്ള കാര്യമാണ്, സ്കൂളിൽ പഠിച്ച സമയത്ത് എനിക്ക് 2 മാർക്കായിരുന്നു പല വിഷയങ്ങളും, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 2 മാർക്ക്. ഞാൻ ഏറ്റവും ബാക്ക് ബെഞ്ചിൽ ഞാൻ ഇരിക്കുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ വേറൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയും എൻ്റെ ബെഞ്ചിൻ്റെ ഓപ്പോസിറ്റ് ബെഞ്ചിലും ബാക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് ഏകദേശം മാർക്കായിരുന്നു. മൊത്തം 28 കുട്ടികളുടെ ക്ലാസ്സാണ്. എനിക്ക് 26 അല്ലെങ്കിൽ 27, ആ പെൺകുട്ടിക്ക് 28, 27 ഇതായിരുന്നു മാർക്ക്. സംഭവിച്ചെന്നാൽ ഈ സ്കൂളിൽ നിന്ന് പുറത്ത് പോയപ്പോൾ ഞങ്ങൾ രണ്ട് സ്കൂളിലേക്ക് മാറി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഞാൻ വിചാരിച്ചു പുള്ളിക്കാർക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ലായിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി എന്നോട് പറയുകയാണ്, ഞാൻ എൻ്റെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്കോടുകൂടി പാസ്സായി എന്ന്. ഞാനും എൻ്റെ സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്കോടുകൂടി പാസ്സായി. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ തീരുമാനിക്കാം, എനിക്ക് ഏറ്റവും കുറവുള്ള മാർക്കാണ്, എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. എനിക്കറിയാം എൻ്റെ കഴിവുകളുടെ പരിമിതിയെക്കുറിച്ച് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ആ പരിമിതി ഉണ്ടെങ്കിൽ കൂടെയും എനിക്ക് ശ്രമിക്കണം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ വിഷൻ അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ്. എനിക്ക് ഇതിൽ നിന്ന് മാറ്റം വരുത്തണമെന്നുള്ള യഥാർത്ഥത്തിലുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ തോന്നിയപ്പോൾ തുടർച്ചയായി ശ്രമിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. അതായത് ആ പരിമിതിക്ക് അപ്പുറം പോകാൻ കഴിയുമെന്ന ആത്മവിശ്വാസം അല്ലേ? ആത്മവിശ്വാസം ഉണ്ടായെന്ന് അറിയത്തില്ല, എനിക്ക് ശ്രമിക്കണം, എൻ്റെ ശ്രമത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഇടുക എന്നുള്ളതായിരുന്നു. അതിലൂടെ എനിക്ക് ഏറ്റവും ഫസ്റ്റ് കിട്ടുമോയെന്നോ അല്ലെങ്കിൽ അതുവഴി എൻ്റെ ജീവിതത്തിൽ വലിയ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുമോ എന്നൊന്നും എനിക്കറിയാം. പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളൊരു ആത്മവിശ്വാസം, ഒരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു. പക്ഷെ പലരും ആ ഒരു ശ്രമം പോയി നടത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മളെക്കാൾ ബുദ്ധിയുള്ള, നമ്മളെക്കാൾ കഴിവുള്ള, സാഹചര്യമുള്ള എത്ര ആളുകളുണ്ട്. പക്ഷെ അവരൊന്നും പലരും ശ്രമിക്കാതെ, തീർച്ചയായിട്ടും അവർ തുടങ്ങാതെ, നാളെ തുടങ്ങാം, 1-ാം തീയതി തുടങ്ങാം, പിറ്റേ ആഴ്ച തുടങ്ങാം, അല്ലേ? അതെ. ഇത് പലപ്പോഴും നമ്മുടെ ഔദ്യോഗിക കാര്യങ്ങളിലും പ്രൊഫഷണൽ ലൈഫിലും പിന്നെ പേഴ്സണൽ ലൈഫിലും സാമ്പത്തിക ലൈഫിലുമൊക്കെ മനുഷ്യൻ ഇത്തരം കാര്യങ്ങൾ വളരെ സജീവമായി ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ മനുഷ്യൻ പലപ്പോഴും മറന്നു പോകുന്ന മേഖല എന്ന് പറയുന്നത് ആരോഗ്യത്തിൻ്റെ മേഖലയാണ്. ലൈഫിൽ 3 കറൻസി ഉണ്ടെന്ന് പറയും. 1 ടൈം, 2 വെൽത്ത്, 3 ഹെൽത്ത്. ചെറുപ്പത്തിൽ നമ്മുടെ കയ്യിൽ ധാരാളം സമയമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ പൈസയില്ല. അതെ, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ആഗ്രഹിക്കും അവിടെ ഫ്ലൈറ്റിൽ പോകാം, അല്ലെങ്കിൽ അവിടെ ടൂറ് പോകാം, അത് അങ്ങനെ ആഘോഷിക്കാം, നല്ല വണ്ടി വാങ്ങാനൊക്കെ തോന്നും. പക്ഷേ നമുക്കൊരിക്കലും ആ ഒരു പണം സ്കൂൾ ലൈഫിൽ മോസ്റ്റ് പ്രോബ്ലി സാധിക്കില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ജോലിയൊക്കെ തുടങ്ങി കഴിയുമ്പോൾ നമ്മുടെ ധാരാളം പൈസ വരും, നമുക്ക് അത്യാവശ്യത്തിന് ആരോഗ്യമുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിൽ സമയമില്ല.
അപ്പോൾ നമുക്ക് കൂട്ടുകാർ വിളിക്കുമ്പോൾ പോകാൻ സമയമില്ല, ഫാമിലിയോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ സമയമില്ല, അതല്ലെങ്കിൽ നമുക്ക് പിക്നിക്കിന് പോകാനുള്ള സമയമില്ല. ഇടയ്ക്ക് ചില ഫേസ്ബുക്കിലൊക്കെ പടം കാണാറുണ്ട്, ഒരു മദാമയും സാഹിബും ടൂറിന് പോവുകയാണ്. അവർ നല്ല പ്രായമായിട്ടുണ്ട്, 70 വയസ്സായിട്ടുണ്ട്. ടൂറ് പോയപ്പോൾ ഒരു നൗകയിലോ ഒരു ബോട്ടിൽ യാത്ര ചെയ്യുകയാണ്. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പാലം കടന്നു കഴിയുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും ഉറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. കാരണം അവർക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് സമയവുമുണ്ട്, അതിൽ പൈസയുമുണ്ട്, പക്ഷേ അവർക്ക് ആസ്വദിക്കാനുള്ള മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരോഗ്യത്തിൽ നാം എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഡെയിലി എക്സസൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ മൈൻഡുമായി ബന്ധപ്പെട്ട മെൻ്റലി സ്ട്രോങ് ആകാനായി മെഡിറ്റേഷൻ, ജേർണലിങ്, ഇതെല്ലാം ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ദാറ്റ് ഈസ് ആക്ച്വലി എ വെരി സ്ട്രോങ് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്. അല്ലേ, പണം നമുക്ക് ഉണ്ടാകും, മിക്കവാർക്കും ആർക്കും ഉണ്ടാവും, സമയവും ഉണ്ടാകും. പക്ഷേ ആരോഗ്യത്തിൽ ഇപ്പം ഇൻവെസ്റ്റ് ചെയ്തില്ല എങ്കിൽ വി കനോട്ട് ബിൽഡ് എ ഹെൽത്തി പ്രോപ്പർ ലൈഫ് വെൻ യു ആർ റിട്ടയറിങ്. അപ്പോൾ അതും സ്മോൾ ആക്ഷനായിട്ട് നാം ചെയ്യുന്ന ആക്ഷൻ വലിയ ഒരു ക്യുമുലേറ്റീവ് എമൗണ്ടായി, ഇൻക്രിമെൻ്റൽ എമൗണ്ടായി, കോമ്പൗണ്ടിങ് ആയി നമുക്ക് റിവാർഡായി കിട്ടുകയാണ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. ഇപ്പോൾ ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ നമുക്ക് വലിയൊരു എമൗണ്ട് കിട്ടും, ഇല്ല റിട്ടയർമെൻറ്റ് ഒരു എമൗണ്ട് കിട്ടും, പിന്നെ പെൻഷൻ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. സോ ദാറ്റ് വിൽ ഹെൽപ്പ് ദിസ് മണി ഫോർ ഫ്യൂച്ചർ. നമ്മൾ ജീവിക്കുന്ന മരണാവസാനം വരെ നമുക്ക് കിട്ടുന്ന കാര്യമാണ്. ബട്ട് ആരോഗ്യപരമായി നിങ്ങൾ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോൾ കൊടുക്കുന്നത്? കാണുന്നതെല്ലാം വലിച്ചു വാരി തിന്നും, ശരിയാണ്, 3 നേരം ഭക്ഷണം കഴിക്കും, ജ്യൂസ് കുടിക്കും, ഒക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും ട്രെയിനിങ് എടുക്കാൻ പോകുമ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ആക്ടിവിറ്റീസ് ഓറിയൻറ്റഡ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ പലപ്പോഴും പല ആളുകൾക്കും ഫിസിക്കലി ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് കുനിയുന്ന, ഈ സ്റ്റെപ്പ് കയറുന്ന, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടുള്ള ഡിഫിക്കൽട്ട് ടാസ്കുകൾ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈവൻ ഒരു 40s ആളുകൾ വരെ പറയും, സാർ ഇത് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ചില ആളുകളൊക്കെ കാലൊക്കെ ഉളുക്കിപ്പോയ ആളുകളുണ്ട്. ഞാൻ അവരോട് പറയാനുള്ള കാര്യം, ജസ്റ്റ് തിങ്ക് അബൌട്ട് യുവർ ലൈഫ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. ഇപ്പോൾ സാർക്കോപീഡിയ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. കാരണം മസിലിനൊന്നും ശക്തിയില്ല എങ്കിൽ പ്രായമാകുമ്പോഴേക്കും നമുക്ക് ഒന്ന് പിടിച്ച് എഴുന്നേൽക്കാൻ സാധിക്കില്ല, ഒന്ന് സ്റ്റെപ്പ് കയറാൻ സാധിക്കില്ല, ഒന്ന് ലോങ് വാക്ക് ചെയ്യാൻ സാധിക്കില്ല. ആ സമയത്ത് ശ്വാസം മുട്ടുണ്ടാകുന്നു, കാലിൻ്റെ മസിൽ ഉളുക്കുന്നു, മസിലിൻ്റെ എല്ലിൻ്റെ ചിരട്ട തേഞ്ഞു പോകുന്നു, പല പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. ഇതും ഒരു ഇൻവെസ്റ്റ്മെൻറ്റായി നിങ്ങൾ കാണണം. എങ്ങനെയാണ് എൻ്റെ ആരോഗ്യത്തെ എൻ്റെ ഭക്ഷണം ക്രമീകരിക്കുന്നതിലൂടെ, വ്യായാമം ക്രമീകരിക്കുന്നതിലൂടെ, ഡയറ്റ് ക്രമീകരിക്കുന്നതിലൂടെ, എൻ്റെ ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള ഓയിലി ഫുഡ് പോലെയുള്ള ഹാബിറ്റുകളെ നിയന്ത്രിക്കുന്നതിലൂടെ എൻ്റെ ഫ്യൂച്ചറിനെ എങ്ങനെ സേഫ് ആക്കാൻ സാധിക്കും? പലപ്പോഴും മനുഷ്യർക്ക് സംഭവിക്കുന്നത്, വൺ ഡേ ദ റിയലൈസ് ദാറ്റ് ഐ ആം നോട്ട് ഹെൽത്തി, പക്ഷെ വി കനോട്ട് റിവേഴ്സ് ഇറ്റ്. അല്ലേ, കുറേ കാലഘട്ടം കഴിഞ്ഞ് പോയിട്ടുണ്ടാവും, പിന്നെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. പണം വേണമെങ്കിൽ മക്കൾ തരുമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ടാകാമായിരിക്കും, സമയം ഇഷ്ടം പോലെ ഉണ്ടാകാമായിരിക്കും. പക്ഷേ ആരോഗ്യം, ഇപ്പോൾ ആരോഗ്യം എന്ന് പറയുമ്പോൾ ശാരീരിക ആരോഗ്യം മാത്രമല്ല, മാനസിക ആരോഗ്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ള, ഹോൾസം ലൈഫ് മീൻസ് ഹൗ യു ആർ ഇൻവെസ്റ്റിംഗ് ഫോർ യുവർ വെൽത്ത് ദാറ്റ് യു വിൽ അക്വയർ ടു സ്കിൽ ഓർ യുവർ പ്രൊഫഷൻ. സെക്കൻഡ്, യുവർ ടൈം ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് എനി ഹൗ ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. ബട്ട് യുവർ ഹെൽത്ത് ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഹെൽത്ത്. പലപ്പോഴും സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് എന്നാണ് ഇതിനെ പറയാറുള്ളത്. നമ്മുടെ അസുഖങ്ങളുടെ ഒരു 90% അസുഖങ്ങളുടെയും കാരണം മനസ്സാണ്. മനസ്സുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ അസുഖങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആശങ്കകൾ, ആകുലങ്ങൾ, സ്ട്രെസ്, ആങ്സൈറ്റി, ഇതെല്ലാമാണ് സൈക്കോ എന്ന് പറയുന്നത്. മനസ്സ്, സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ ശരീരം എന്നുള്ള ആംഗിളിലാണ്. അപ്പോൾ ഈ മനസ്സിലുണ്ടാകുന്ന സമ്മർദ്ദങ്ങളാണ് പല അസുഖങ്ങളായി പുറത്തു വരുന്നത്. അത് ഡയബറ്റിക്സ് ആകാം, ആസ്മയാകാം, സ്കിൻ ഡിസോർഡേഴ്സ് ആകാം, ബാക്ക് പെയിൻ ആകാം, ഈവൻ കാർഡിയാക് ഇഷ്യൂസ് തൊട്ട് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വരെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഒരു ലെസ് ദാൻ 1%, ഐ ഈവൻ ഡോണ്ട് ബിലീവ് ദാറ്റ്, ഈ മെഡിറ്റേഷൻ പോലെയുള്ള, ജേർണലിംഗ് പോലെയുള്ള മൈൻഡിനെ സ്ട്രെങ്തൻ ചെയ്യാൻ, കാം ചെയ്യാൻ ചെയ്യുന്ന എക്സസൈസുകൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. വളരെ വളരെ ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അലാമിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പല ക്ലാസ്സുകളിൽ പോകുമ്പോഴും ട്രെയിനിങ്ങിൽ പോകുമ്പോൾ എപ്പോഴും ചോദിക്കുന്നത്, ഹൗ മെനി ഓഫ് യു ആർ ഡൂയിങ് മെഡിറ്റേഷൻ? അപ്പോൾ 100 പേരുടെ ക്ലാസ്സിൽ ഒരാൾ മാത്രമായിരിക്കാം പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെന്ന്. ദെൻ ഐ എം അഗൈൻ ആസ്കിങ്, ഹൗ മെനി ഓഫ് യു ആർ ഡൂയിങ് ജേർണലിംഗ്? ഒരു 90% ആളുകൾക്കും 99% ആളുകൾക്കും ജേർണലിംഗ് എന്താണെന്ന് പോലും അറിയത്തില്ല.
ഇപ്പോൾ ഏതൊരാളുള്ള ഈ പുസ്തകമാണ് ദ മിറാക്കിൾ മോർണിംഗ്. ലോകം സക്സസ്ഫുൾ ആയിട്ടുള്ള, റിച്ച് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ഹാബിറ്റുകളാണ് അദ്ദേഹം അതിനകത്ത് പറയുന്നത്. അല്ല ആര് ഹാബിറ്റ് പറയുന്നില്ല, അവസാനം പറയുന്ന കാര്യമാണ് സ്ക്രൈബിങ് അല്ലെങ്കിൽ ജേർണലിങ്. ഇന്ന് എൻ്റെ മനസ്സിനെ കാം ചെയ്യാൻ അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യാൻ ജേർണലിങ് എന്നുള്ള പ്രാക്ടീസ് ഞാൻ ഡെയിലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ പല രീതി ഉണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഈ പറയുന്ന എല്ലാ മേഖലകളും, പേഴ്സണൽ ലൈഫ്, കരിയർ, ഹെൽത്ത്, റിലേഷൻഷിപ്സ്, മെൻ്റൽ വെൽബീയിങ്, ഈ മേഖലകളെല്ലാം ഒരു കൃത്യമായ പ്ലാനോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഹോൾസം ആയിട്ട് ലൈഫ് ജീവിതകാലം മൊത്തം എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും.